അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുഹൃത്തുക്കളെ, ഞാൻ ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞുതരാം. ആ ഒരു വ്യക്തി എന്നുള്ളത് ജനിച്ചു വരുന്നത് ഒരു യതീമായിട്ടാണ്. അദ്ദേഹത്തിന്റെ കൈകൾക്കും കാലുകൾക്കുമെല്ലാം വളരെയധികം വൈകല്യം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഒന്നിനും കഴിയാത്തൊരു വ്യക്തിയായിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം സ്കൂളിലൊക്കെ പോകാനാവുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, മറ്റ് ടീച്ചേഴ്സും അധ്യാപകർ എല്ലാവരും കളിയാക്കുന്നുണ്ട്. എന്തേ കാരണം? അദ്ദേഹത്തിന് പഠിക്കാനുള്ള കഴിവില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം പഠനം അത് എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ പഠനം അവിടെ അപ്പാടെ ഉപേക്ഷിച്ച് പോവുകയാണ്. അങ്ങനെ പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലികൾ തേടി പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വളരെ കുറഞ്ഞ തുച്ഛമായ സാലറിക്ക് അങ്ങനെ അദ്ദേഹം ജോലികൾ ചെയ്ത് ഏകദേശം കല്യാണമൊക്കെ ആകുന്ന സമയത്ത് അദ്ദേഹം കല്യാണം ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുമല്ലേ എന്ന്. കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എങ്കിലും കൂടെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ആ ശ്രമം അവിടെ ഉപേക്ഷിക്കണം. അങ്ങനെ പിന്നീട് അദ്ദേഹം ഒരു 45 വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ആ ഒരു 45 വയസ്സ് കാലയളവിലും അദ്ദേഹത്തിന് സങ്കടങ്ങളല്ലാതെ മറ്റൊന്നും അനുഭവിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു എന്നറിയോ? അത് വളരെ അതാവ് നിറഞ്ഞതായിരുന്നു. എത്രത്തോളം എന്നാൽ ആ ഒരു വ്യക്തി ബൈക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ലോറിയുടെ അടിയിൽ പോയിട്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്രയും വളരെ പതറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അത്രയും വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ 45 വയസ്സുകാലം ഉടനീളം സങ്കടങ്ങൾ മാത്രം അനുഭവിച്ച ഈ ഒരു വ്യക്തി തന്റെ മുഴുവൻ സങ്കടങ്ങളും മറന്നു പോകുന്ന ഒരു നിമിഷമുണ്ട്. ഏതാണെന്നറിയോ? തീർച്ചയായും ആ ഒരു വ്യക്തി ഒരു സെക്കൻഡ് സ്വർഗത്തിൽ കിടക്കുന്ന ആ ഒരു നിമിഷം അദ്ദേഹം മുഴുവനും മറന്നു പോകുന്നു. എന്നാൽ ഈ ഒരു വ്യക്തി 100 വർഷം അദ്ദേഹം സ്വർഗത്തിൽ താമസിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു 100 വർഷക്കാല അളവിൽ അദ്ദേഹം അനുഭവിച്ച ഈ സുഖങ്ങൾ മുഴുവൻ മറന്നു പോകുന്ന ഒരു സെക്കൻഡ് ഉണ്ട്. ഏതാണെന്നറിയോ? അത് അള്ളാഹുവിനെ കാണുന്ന ഒരു സെക്കൻഡാണ്. എന്നാൽ ഈ അള്ളാഹുവിനെ കാണുന്ന ഈ ഒരു സെക്കൻഡ് കൊണ്ട് അദ്ദേഹം 100 വർഷ കാലയളവിൽ വേണ്ട 1000 വർഷം കണ്ടാലും 1000 വർഷം അദ്ദേഹം സ്വർഗത്തിൽ കടന്നാൽ പോലും അത് മുഴുവൻ മറന്നു പോകുന്നുണ്ട്. അത്രയും സുഖമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. ഈ ഒരു ഭാഗ്യം ലഭിച്ച 2 ആളുകളാണ് നമ്മുടെ ദുനിയാവിലുള്ളത്. അതിലൊന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന സമയത്ത് അവിടുന്ന് പറയുന്നുണ്ട് അത്തഹിയാത്തും ബറകത്തും സ്വലവാത്തും ത്വയ്യിബാത്തും ഇല്ലാന്ന്. അങ്ങനെ ഈ പറഞ്ഞ ബറക്കത്താക്കപ്പെട്ട സമ്മാനങ്ങളും പുകഴുകളും എല്ലാം അങ്ങേക്കാണ്. ആ സമയത്ത് അള്ളാഹു പറയുന്നുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എങ്ങനെ? റസൂലുള്ളാഹിനോട് സലാം പറയുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി അപ്പോൾ എന്താ പറയുന്നത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. തന്റെ ഉമ്മത്തികളെയാണ് റസൂലുള്ള ആ ഒരു സമയത്ത് എങ്ങനെ സ്വർഗത്തിലെ സുഖം പോലും മറന്നു പോകുന്ന ആ ഒരു നിമിഷത്തിനും അള്ളാഹുവിന്റെ റസൂല് ഓർത്തെടുത്തത് നമ്മൾ ഓരോരുത്തരെയുമാണ്, നമ്മൾ ഓരോ ഉമ്മത്തികളെയുമാണ്. ചിന്തിച്ചു നോക്കിയേ. ഇനി ഈ ഒരു റസൂലുള്ളാഹിന്റെ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിച്ച ഏതായത് നിമിഷം നമ്മൾ നോക്കുന്ന സമയത്ത് തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നിന്ന് വഹികളൊക്കെ ഇറങ്ങുന്ന നിലിച്ചു പോയൊരു കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. പല കിതാബുകളിലും കാണാം അത് 15 16 ദിവസങ്ങളാണ് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വ്യത്യസ്തമായ ദിവസങ്ങളാണ് ഓരോ കിതാബിലും പറയുന്നത്. ഏകദേശം അത്ര ആ ഒരു ദിവസ കാലയളവിൽ മക്ക മുശ്രിക്കീങ്ങളൊക്കെ വളരെയധികം മോശമായിട്ടായിരുന്നു റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റസൂലുള്ളാഹിയും അല്ലാഹുവുമായിട്ട് ബ്രേക്കപ്പായി അവര് നുബുവത്തിന്റെ ആ ഒരു ബാബ് തന്നെ ക്ലോസ് ചെയ്തു എന്ന രൂപത്തിലൊക്കെ ആയിരുന്നു മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നും വഴിവെക്കാതെ റസൂലുള്ള ഇതിന്റെ പിന്നിലൊക്കെ സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. എത്രത്തോളം എന്നാലും റസൂലുള്ള പലപ്പോഴും വഹി ഇറങ്ങി വരുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. എന്തേ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയും കൊണ്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ സങ്കടത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കെ ഒരിക്കൽ വദ്ദുഹ സൂറത്തുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ വരുന്നത്. അങ്ങനെ വന്നിട്ടോ അവിടുന്ന് പറയുന്നുണ്ട് വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം അവിടുത്തെ മുഖമാണ്, അവിടുത്തെ ഷാറ മുബാറക്കാണ് സത്യം, അവിടുത്തെ ഒമാ റബ്ബുക ഒമാ കല, അവിടുത്തെ അള്ളാഹു അവിടത്തോട് പിണങ്ങിയിട്ടില്ല, അങ്ങേക്ക് വേണ്ടതെല്ലാം മുഴുവൻ നമ്മൾ തരും, അങ്ങ് എന്താഗ്രഹിക്കുന്നു അത് മുഴുവൻ നമ്മൾ തരും. എത്രത്തോളം വന്നാൽ അദ്ദേഹത്തിന് കൊടുത്ത് ഇത് മതി എന്ന് പറയുന്നത് വരെ ഫത്തുറുള്ള എനിക്കിപ്പോൾ തൃപ്തിയായി, എനിക്ക് എത്രയാ തരുന്നത്, എനിക്ക് തൃപ്തിയായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വരെ അല്ലാഹു തആല കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോഴും റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? ഇത്രയും 15 ദിവസം വഹി ഇറങ്ങിയ സമയത്ത് അള്ളാഹു കഴിയുന്ന രൂപത്തിലൊക്കെ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ചിട്ടും ആ ഒരു സമയത്ത് റസൂൽ ഓർത്തെടുത്ത് ആരെയാണെന്നറിയോ? നമ്മൾ ഓരോരുത്തരെയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? തീർച്ചയായും അവസാന വ്യക്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട അവസാന വ്യക്തിയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തുന്നത് വരെ ഒരിക്കലും ഞാൻ തൃപ്തനാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ചിന്തിച്ചു നോക്കിയാൽ
അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ആ ഒരു സെക്കൻഡിൽ പോലും റസൂലുള്ള ഓർത്തെടുത്ത് നമ്മൾ ഓരോ ഉമ്മത്തിങ്ങളെയും വേണം. തീർച്ചയായും അത്രയും കടപ്പാട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുണ്ട്. എന്നതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? തീർച്ചയായും ഒരു 100 സ്വലാത്ത് ഒരു ദിവസം നിങ്ങൾ ഓരോരുത്തരെ കൊണ്ട് കഴിയില്ലേ? കഴിയും. എങ്ങനെയെന്നില്ലേ, ഒരു ദിവസം നിങ്ങൾ 5 വക്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ ഒരു 10 സ്വലാത്ത്, തിരിച്ചു വരുമ്പോൾ ഒരു 10 സ്വലാത്ത്. ഇതൊന്നും ഇപ്പോൾ ആരാലും ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകില്ല, എൻ്റെ വീഡിയോ കാണുന്നത് ഒരു വ്യക്തി ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. തീർച്ചയായും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമാക്കിയിട്ട് റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് കൂടുതൽ വായിക്കാനും പഠിക്കാനും അവിടുത്തെ ഹുബ്ബ് എങ്ങനെയെങ്കിലും കരസ്ഥമാക്കാനും നമ്മൾ ഓരോ വ്യക്തികളും ശ്രമിക്കണം. നിങ്ങളുടെ ദ്വാലൊക്കെ എന്നെ ഉൾപ്പെടുത്തണം, എന്നെയും എൻ്റെ കുടുംബങ്ങളെയും ഉസ്താദുമാരെയും ഉൾപ്പെടുത്തണം. ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ തീർച്ചയായും നമ്മൾ ഉസ്താദുമാരുടെ സാന്നിധ്യത്തോട് കൂടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അവർ പറഞ്ഞു തരുന്ന ഇൽമുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടത് എന്തോന്ന് ചോദിച്ചോളൂ, നമ്മൾ ഉസ്താദുമാരോട് ചോദിച്ചിട്ട് അത് ചെയ്തു തരും. വാഹൃദാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.